പ്രധാനപ്പെട്ട വാർത്ത. സംസ്ഥാനത്ത് തീർത്ഥാടകർ ഉപയോഗിക്കുന്ന വിവിധ റോഡുകളുടെ നവീകരണത്തിനായി തുക അനുവദിച്ച ധനവകുപ്പ്. മണ്ഡലകാലത്തിന് മുന്നോടിയായി ശബരിമല തീർത്ഥാടന പാതകൾ നവീകരിക്കുന്നതിനായി 377.8 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. 10 ജില്ലകളിലായി 82 റോഡുകൾക്കാണ് തുക അനുവദിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ 14 റോഡുകൾ, കൊല്ലത്ത് 15 റോഡുകൾ, പത്തനംതിട്ടയിൽ 6 റോഡുകൾ, ആലപ്പുഴയിൽ 9 റോഡുകൾ, കോട്ടയത്ത് 8 റോഡുകൾ എന്നിങ്ങനെയാണ് തുക അനുവദിച്ചിരിക്കുന്നത്. ഇടുക്കിയിൽ 5 റോഡുകൾ, എറണാകുളത്ത് 8 റോഡുകൾ, തൃശ്ശൂരിൽ 11 റോഡുകൾ, പാലക്കാട്ട് 5 റോഡുകൾ, മലപ്പുറത്ത് 1 റോഡ് എന്നിങ്ങനെയാണ് തുക വകയിരുത്തിയതെന്നും ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നു. തീർത്ഥാടന കാലം, മണ്ഡലകാലം, ശബരിമല തീർത്ഥാടന കാലം അടുക്കുന്ന, വൃശ്ചികമടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സുപ്രധാന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. നവീകരണത്തിനായി, റോഡുകളുടെ നവീകരണത്തിനായി തുക അനുവദിച്ചിരിക്കുന്നു ധനവകുപ്പ്. സംസ്ഥാനത്ത് തീർത്ഥാടകർ ഉപയോഗിക്കുന്ന വിവിധ റോഡുകളുടെ നവീകരണത്തിനായാണ് ധനവകുപ്പ് തുക അനുവദിച്ചത്. മണ്ഡലകാലത്തിന് മുന്നോടിയായാണ് ധനവകുപ്പിന്റെ സുപ്രധാന പ്രഖ്യാപനം. ശബരിമല തീർത്ഥാടന പാതകൾ നവീകരിക്കുന്നതിനായി 377.8 കോടി രൂപയാണ് അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത്. 10 ജില്ലകളിലായുള്ള റോഡുകളുടെ നവീകരണത്തിനാണ്. 10 ജില്ലകളിലായി 82 റോഡുകൾക്കാണ് തുക അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ കണക്കെടുത്താൽ ജില്ലകൾ ഓരോന്നായി എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ 14 റോഡുകളാണ്. കൊല്ലത്താണ് ഏറ്റവും അധികം റോഡുകളുടെ നവീകരണം ഉണ്ടാവുക. 15 റോഡുകളാണ് കൊല്ലത്ത് നവീകരിക്കുക. പത്തനംതിട്ടയിൽ 6 റോഡുകളാണ്, ആലപ്പുഴയിൽ 9 റോഡുകൾ, കോട്ടയത്ത് 8 റോഡുകൾ, ഇടുക്കിയിൽ 5 റോഡുകൾ, എറണാകുളത്ത് 8 റോഡുകൾ, തൃശ്ശൂരിൽ 11 റോഡുകൾ, പാലക്കാട് 5 റോഡുകൾ. ഇതിൽ ഏറ്റവും കുറവുള്ളത് മലപ്പുറത്താണ്, മലപ്പുറത്ത് 1 റോഡ് എന്നിങ്ങനെയാണ് തുക വകയിരുത്തിയിരിക്കുന്നതെന്നും ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു.